എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിരിക്കുന്നു? ക്രിസ്മസൊക്കെ നന്നായില്ലേ എല്ലാവരുടെയും? എൻ്റെ ക്രിസ്മസൊക്കെ നന്നായി. നിങ്ങളുടെയും ക്രിസ്മസൊക്കെ നന്നായി എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാനിന്ന് നിങ്ങളോട് പറയാമെന്ന് വിചാരിക്കുന്നത് നമ്മുടെ ഞാനൊരു ഷോർട്സിലായിട്ടൊരു കുറച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്ന് നിങ്ങളോട് നേരിട്ട് ഇങ്ങനെ പറയാമെന്ന് വിചാരിച്ചു. അതായത് ഈ ടീനേജ് കുട്ടികളുള്ള അമ്മമാർ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഈ കുട്ടികളെ കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുവിധം എല്ലായിടത്തും ഈ അമ്മമാർക്ക് ഇതന്നെ പറയാനുള്ളത്. അതായത് കുട്ടികളൊന്നും പറഞ്ഞനുസരിക്കില്ലേ, കുട്ടികളോടൊന്ന് പറഞ്ഞാൽ രണ്ടാം വാക്കിന് അവർ നമ്മളോട് തർക്കുത്തരം പറയുക. വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് അവരെ കൊണ്ട്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് നമുക്ക് പറ്റാത്ത കാര്യങ്ങളാണ് അവർ ചെയ്യുക. അത് കണ്ടിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പൊടിക്ക് വിട്ടു കൊടുക്കില്ല അമ്മമാർക്ക്. അച്ഛന്മാർ പിന്നെ ജോലിക്ക് പോകുക, അവർക്ക് പിന്നെ ഇതൊന്നും ശ്രദ്ധിക്കാൻ നേരം ഉണ്ടാവില്ല. ഈ അമ്മമാരാണ് ഇതിൻ്റെയൊക്കെ ഇരകളാവുക. എന്ത് കുട്ടികൾ നല്ലത് ചെയ്താലും നല്ല ചെയ്ത് ചിലപ്പോൾ ഒന്നും പറയില്ലായിരിക്കും. പക്ഷെ പൊട്ട ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറ്റം അമ്മമാരൊക്കെ ഉണ്ടാവുക. അമ്മമാരല്ലേ വീട്ടിലുള്ളത്, നോക്കിയില്ല എന്ന് പറയും. പോരാത്തതിന് ഇപ്പോഴത്തെ അമ്മമാർ ഒരുവിധമൊക്കെ ജോലിക്ക് പോകണവരാവും ചെയ്യും. അപ്പോൾ അവർക്ക് എല്ലാത്തിലും ഇവർക്ക് എപ്പോഴും ഇവരെ കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കാനും പറ്റാത്ത കാലഘട്ടമാണ്. അപ്പോൾ ഈ കുട്ടികളുടെ അടുത്ത് നമ്മൾ നല്ലൊരു സമീപനമാണ് ഈ കുട്ടികളുടെ അടുത്ത് വേണ്ടത്. അതായത് നമ്മൾ ഇവരോട് കർശനമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടോ, ഞാൻ നേരിട്ട് കാര്യത്തിലേക്ക് കിടക്കണം, കൂടുതൽ മുഖവരയ്ക്കൊന്നും നിൽക്കണില്ല. കർശനമായിട്ട് നമ്മൾ ഈ കുട്ടികളുടെ അടുത്ത് ഇതാവണേലും നല്ലത് നമ്മൾ വളരെ ബുദ്ധിപരമായിട്ട് ഇവരെ നേരിടുക നല്ലത്. അതായത് അവരോട് വല്ലാണ്ട് അവരെ ദേഷ്യം പിടിപ്പിക്കാനും തല്ലൂടാനും അവരൊപ്പത്തിനൊപ്പം നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഒപ്പം അവർ സംസാരിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ എന്തൊരു ചെറിയ പ്രശ്നമില്ല, അത് ആകെ വഷളാവും. അപ്പോൾ അതിലൊക്കെ നല്ലത് ഇവരെടുത്ത് ബുദ്ധിപരമായിട്ട് നമ്മൾ ഇവരോടൊരു സമീപനം നടത്തണം നല്ലത്. കുട്ടികളുടെ അടുത്ത് നന്നായി സംസാരിച്ച് അവരെ നമ്മളോട് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ആ കുട്ടികൾ വരണം. അതേപോലെ അങ്ങനെയുള്ളൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കുഴപ്പമില്ല, അമ്മയുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാലും കുഴപ്പമില്ല. ചില അമ്മമാർ അങ്ങനെയല്ല, അത് കേൾക്കുമ്പോഴേക്കും അവരെ മേലെ ചാടി കുറച്ച് കയറി പിടി വലിയൊക്കെ ആയി ആകെ പ്രശ്നങ്ങളാവുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികൾ ഒളിപ്പിച്ച് വയ്ക്കും. ഇതൊന്നും പറയില്ല അവർ കുറേ കാര്യങ്ങൾ ഒളിപ്പിച്ച് വയ്ക്കും. അപ്പോൾ എന്താണ്ടാവുക, നമ്മൾ ഈ കുറേ കാര്യങ്ങളൊന്നും നമ്മൾ അറിയാണ്ടും പോവും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഒരു സൂത്രത്തിൽ കൂടി നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയാമെന്നുള്ളൊരു ലെവലിലേക്ക് ഇവരായിട്ട് നമ്മളടുത്ത് അമ്മയും മക്കളും എന്നുള്ളതിലുപരി ഒരു കൂട്ടുകാരനെ പോലെ നമ്മൾ ഇവരുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. നമ്മുടെ പ്രശ്നങ്ങൾ അവരോട് ചർച്ച ചെയ്യുക. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ നമ്മളോട് ചർച്ച ചെയ്യുക. അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടും. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ചിലരുടെ അടുത്തൊന്നും നടന്നിട്ടല്ല, എന്നാലും നമുക്ക് അങ്ങനെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരുവിധം കുട്ടികളൊക്കെ അതിൽ വീഴും. അവർക്ക് തോന്നും കുഴപ്പമില്ല, അമ്മയുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല എന്ന് തോന്നിയിട്ട് അവരും അമ്മയും മക്കളും തമ്മിലൊരു ഇഴയടുപ്പുണ്ടാക്കിയെടുക്കണം. അല്ലാണ്ട് അവരെ കുറച്ച് അകറ്റി നിർത്തിയിട്ട് അവരെ കുറേ ചീത്തയും പറഞ്ഞ് ഇതൊക്കെ തിരക്കും കൂട്ടി അവരെ ഇതാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പോഴത്തെ കുട്ടികളുടെ അടുത്ത് പ്രത്യേകിച്ചും കാര്യമില്ല. പണ്ടത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടി കിട്ടുക, ചീത്ത പറയുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല പേടിയുള്ള ഒരു കാലഘട്ടമാണ്. ഇപ്പോഴൊന്നും അങ്ങനെയല്ല. ഇപ്പോഴൊന്നും കുട്ടികൾക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഫോണാണ് ഏറ്റവും വലിയ വില്ലനായേക്കുന്നത്. ഈ മൊബൈൽ ഫോണിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഈ കുട്ടികൾക്ക് വശമുണ്ട്. കുട്ടികൾക്ക് മൊബൈൽ ഫോണിലാണ്ട് ജീവിക്കാനും പറ്റില്ല, അതവർക്ക് കൊടുക്കാണ്ടിരിക്കാനും പറ്റില്ല. അവർക്ക് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ അതിലുള്ളതാണല്ലോ. അപ്പോൾ നമുക്കത് തീരെ വേണ്ടാന്ന് വെച്ച് അവരതിൽ നിന്ന് പിന്മാറ്റാനും പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവരുടെ അടുത്ത് എപ്പോഴും നല്ലൊരു സൗഹാർദ്ദപരമായ രീതിയിൽ, അതായത് വളരെ ഫ്രണ്ട്ലി അപ്രോച്ചാണ് എപ്പോഴും നല്ലത്. ഇവരുടെ അടുത്ത് നമ്മളൊരു ഫ്രണ്ടായിട്ട് നിൽക്കണം നല്ലത്. ഫ്രണ്ടായിട്ട് നിൽക്കണ സമയത്ത് ഇവർ നമ്മളോട് എല്ലാ കാര്യങ്ങളും പറയാനും, അല്ലെങ്കിൽ നമ്മളോടൊരു വിശ്വാസ്യത തോന്നുന്നവർക്ക്, അല്ലെങ്കിൽ ഇവർ തോന്നില്ല, അവർ പറയൂല.
അപ്പോൾ അങ്ങനെ നമ്മൾ അവരുടെ അടുത്ത് നിൽക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ പല കാര്യങ്ങളും അറിയാനും അവർ പല കാര്യങ്ങളും നമ്മുടെ അടുത്ത് പറയാനും പിന്നെ അവർ ചെന്ന് ഓരോരോ ചതിക്കുഴിയിലും ഓരോ കൂട്ടുകെട്ടിലും ഓരോ ദുസ്വഭാവത്തിലും ഒക്കെ ചെന്ന് പെടുന്നതിൽ നിന്ന് കുറച്ചൊക്കെ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. ഇവരുടെ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു ചെറിയൊരു ക്ലൂ എങ്കിലും അവർ നമുക്ക് തരും. അത് നമുക്ക് അല്ലെങ്കിൽ അവരെ സംഭാഷണത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അങ്ങനെയാവുമ്പോൾ നമുക്ക് ഇവരെന്തിലെങ്കിലും ചെന്ന് ഏതെങ്കിലും കുഴിയിൽ ചെന്ന് ചാടുന്നതിലും മുന്നേ നമുക്ക് കുറേയൊക്കെ മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഏത് കുട്ടികളെന്നൊന്നും ഇല്ല ഇന്നത്തെ കാലത്ത്. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ ഇതേ രീതിയിലുള്ളൊരു സമീപനത്തിൽ പോവുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൺപിള്ളേരുടെ അടുത്തായാലും അതെ, അച്ഛന്മാർ പിന്നെ ജോലിക്ക് പോകുമല്ലോ, അമ്മമാർക്കായിട്ടാണല്ലോ ഇവർ കൂടുതൽ അടുപ്പം വരിക. അപ്പോൾ അങ്ങനെ ഇവരുടെ അടുത്ത് നല്ല മാതിരി നന്നായി ഇവരുടെ അടുത്ത് നമ്മളോട് നന്നായി എല്ലാം പറയാവുന്ന രീതിയിലേക്ക് ഇവർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വളരെ ഒരു 50% പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടും. ഇവർക്ക് പറയാനുള്ളതൊക്കെ പറയും. അപ്പോൾ നമുക്ക് പറ്റിയതാണെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കാം, അല്ലാത്തതാണെങ്കിൽ അവർക്ക് നന്നായി ഉപദേശിച്ച് നല്ല രീതിയിൽ പറഞ്ഞ് അവരെ മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും പറ്റും. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ആ നേരത്ത് നമ്മൾ ഇവരുടെ അടുത്തൊരു ശത്രുതാമനോഭാവത്തിലാണ്, നീ അത് ചെയ്യോ, എനിക്കെന്നാൽ കാണണം, അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾ അത് ചെയ്ത് തന്നെ അടങ്ങുള്ളൂ. അത് നമ്മുടെ അടുത്ത് ചെയ്യില്ല എന്ന് നമുക്ക് തോന്നിച്ചാൽ നമ്മളറിയാതെ പോയിട്ട് അവരത് ചെയ്യും. അപ്പോൾ അതിന് നല്ലത് അവരുടെ അടുത്ത് എപ്പോഴും നല്ല രീതിയിൽ നിന്നിട്ട് അവരെ നമ്മുടെ പരിധിയിലേക്ക് കൊണ്ടുവരികയാണ് ഏറ്റവും നല്ലത്. എൻ്റെ അഭിപ്രായത്തിൽ അതാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ അടുത്ത് നല്ലത്. അല്ലാണ്ട് അവരെ മാറ്റി നിർത്തിയിട്ട് അവരെ നമ്മളൊരു പോലീസുകാരുടെ പോലെ അവരെ ശിക്ഷണത്തിൽ നമ്മൾ അടിമകളുടെ പോലെ ആക്കി വെക്കാനൊന്നും പറ്റിയൊരു കാലഘട്ടമേ അല്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട്ലി അപ്രോച്ചുമായിട്ട് നമ്മളും അവരും കൂടി ചേർന്ന് അങ്ങോട്ട് പോവുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് കാര്യങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോവും. കുട്ടികളുടെ കുറേയൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അറിഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് അവരെ പിന്തിരിപ്പിക്കാൻ പറ്റും. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ നമുക്ക് അനുമോദിക്കാൻ പറ്റും. അങ്ങനെ പല പല കാര്യങ്ങളിലും ഈ ഒരു രീതി നമ്മൾ പിന്തുടരുകയാണെങ്കിൽ സാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുള്ളവർ, ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഉള്ളവർ, അവർക്ക് പ്രത്യേകിച്ച് അവരുടെ ഹോർമോണിൻ്റെ ഒരു ചേഞ്ച് ആവുന്ന കാലഘട്ടമാണ്. അതുകൊണ്ടാണ് കൂടുതൽ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇവർ എന്ത് പറഞ്ഞാലും കേൾക്കില്ല. ടീനേജേഴ്സ് എന്ത് പറഞ്ഞാലും ഒക്കെ ഒരു നിഷേധത്തരം അവരുടെ ആ ഒരു കാലഘട്ടത്തിൽ അവരുടെ ഒരു ഹോർമോൺസിൻ്റെ വ്യതിയാനം കൊണ്ട് വരുന്നതാണ്. അത് നമ്മൾ അമ്മമാരും കുറേയൊക്കെ മനസ്സിലാക്കണം. നമ്മുടെ കാലഘട്ടം, നമ്മളും ഈ കാലഘട്ടത്തിൽ കൂടെ കടന്നു വന്നവരാണ്. അപ്പോൾ നമ്മുടെ സ്വഭാവങ്ങൾ എങ്ങനെയായിരുന്നു നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. പിന്നെ കാലഘട്ടത്തിൻ്റെ വ്യത്യാസം ഉണ്ടായിരിക്കും, എന്നാലും നമ്മുടെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. എന്തൊക്കെയാണ് നമ്മൾ അച്ഛന്മാരുടെ അമ്മമാരുടെ എങ്ങനെയായിരുന്നു നമുക്കറിയാം. അപ്പോൾ അതിനനുസരിച്ച് അപ്പോൾ അത് നമ്മളും മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കിയിട്ട് പോയി അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടി നല്ലൊരു ബന്ധത്തിൽ അങ്ങോട്ട് നീങ്ങുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടുംബം വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് കുട്ടികളെ ഈ വകയിൽ നിന്ന് കൂട്ടുകെട്ടുകളിൽ നിന്നൊക്കെ രക്ഷിച്ച് അവരെ നല്ല നേർവഴിക്ക് നടത്താനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കൂ കേട്ടോ. അത് സാധ്യമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാമല്ലോ. വേറെ കുഴപ്പമില്ലാത്തൊരു കാര്യമാണല്ലോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് നോക്കി നോക്കൂ. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ഒന്ന് എന്നോട് കമൻറ്റിൽ കൂടെ ഒന്ന് പറയൂ കേട്ടോ. അപ്പോൾ ശരി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വേറെ ദിവസം നമുക്ക് കാണാം. ഓക്കേ.